ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ 2 സൈഡ് ഡിഷും കൂടെ നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുക്കർ എടുത്തു. അതിലേക്ക് നമ്മൾ 3 ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഡിഷ് എന്താണെന്ന് പറഞ്ഞില്ല, വേറൊന്നുമല്ല, നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ആലു പറാത്ത. അപ്പോൾ അതും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ 2 കോമ്പിനേഷനുമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ കുക്കർ അടച്ചു, വിസിലിട്ടു. ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചേക്കാം. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് മസാല റെഡിയാക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ 2 സവോള എടുക്കാം. അപ്പോൾ 2 സവോള ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ 3 പച്ചമുളകാണ് എടുത്തേക്കണം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ കുരുവിനാണ് അരിഞ്ഞെടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത പൊട്ടറ്റോ കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വയ്ക്കാം. അതിനുശേഷം നല്ല രീതിയിൽ തൊലി കളഞ്ഞ് എടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധാ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽസ് ഇല്ലേ, സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ ഓയിലുകൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുഞ്ഞ് ജീരകം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കുറച്ച് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിക്കും. അതിനുശേഷം നമുക്ക് ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ സോട്ടായി വന്നേരെ ഇളക്കുക. അപ്പോൾ ഇതൊന്നായി വന്ന വരെ നമുക്ക് നേരത്തെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ച പൊട്ടറ്റോസൊക്കെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തേക്കാം. അപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോസ് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഈ 4 സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാം നല്ല രീതിയിൽ പൊട്ടറ്റോയിലൊക്കെ പിടിക്കുന്നവരെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നല്ല രീതിയിൽ പൊട്ടറ്റോയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അപ്പോൾ എത്ര ചപ്പാത്തിയാണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നെയ്യാണ്. നെയ്യ് ആവശ്യം ഇഷ്ടമുള്ളവർ കുറേ ആഡ് ചെയ്യുക, അപ്പോഴാണ് നമുക്കിതിൻ്റെ കൂടുതൽ സ്വാദ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഇവിടെ ആർക്കും അങ്ങനെ നെയ്യ് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ഇത്തിരി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ ഇത് തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചപ്പാത്തി ഉരുട്ടാനുള്ള പരുവത്തിൽ ഉണ്ടയാക്കി എടുക്കണം. അപ്പോൾ ഇത്രയും ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പരത്തിയെടുക്കാം നമുക്കിത്. അപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഒരു സൈഡ് ഡിഷ്, ആദ്യത്തെ സൈഡ് ഡിഷ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ജാർ എടുത്തു, അതിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുട്ട നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മയോണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ചേട്ടന് ഇതിൻ്റെ കൂടെ മയോണൈസ് കഴിക്കണതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ മുട്ട എടുത്തു, അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ ഇത്തിരിയും കൂടെ എണ്ണ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇതുപോലെ തിക്കായിട്ട് മയോണൈസ് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മയോണൈസ്. ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് സൈഡ് ഡിഷിലേക്ക് പോവുകയാണ്. അതിനും നമ്മൾ സെയിം ജാർ എടുത്തു, അതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ. പിന്നെ സവാള ആഡ് ചെയ്ത് കൊടുത്തു, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ലിക്വിഡ് ഫോമിൽ ആയാലേ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ആവശ്യത്തിന് കൂടുതൽ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച് മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് തിളപ്പിച്ചാൽ മതി, അധികം ഒന്നും തിളപ്പിക്കണ്ട. അപ്പം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല എരിവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ ആലു പറാത്തയും അതുപോലെ 2 സൈഡ് ഡിഷും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.